أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب زدنا علما نافعا الحمد لله. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു ഈ രൂപത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ കലാമ് പഠിക്കാനും കൂടിയിരിക്കാനും അവസരം തന്നു. അൽഹംദുലില്ലാഹ്. പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു തആലന്റെ വലിയൊരു അനുഗ്രഹമാണല്ലേ ഇൽമ് പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ്. അതിനുള്ള അവസരങ്ങൾ നമ്മളെ മുമ്പിൽ അള്ളാഹു ഒരുപാട് തന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അത് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു നമുക്ക് പ്രയോജനപ്പെടുന്ന ഇൽമാക്കിയിട്ട് അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മൾ ഒരുപാട് പഠിച്ചെന്ന് കരുതിയിട്ട് കാര്യമില്ല അല്ലെ, അത് പ്രയോജനകരമാകണം. ചില അറിവുകള് ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അല്ലെ. ആ രീതിയിൽ ഇൽമ ആകുന്നതിന് തൊട്ട് എല്ലാവരും അള്ളാഹിനോട് രക്ഷ ചോദിക്കണം. എപ്പോഴും ഉപകാരപ്രദമായ അറിവിനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ഏറ്റവും കൂടുതൽ നമുക്ക് വർദ്ധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു കാര്യം അതാണ് അല്ലെ. കുറേ തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഇൽമല്ലേ. റബ്ബി സിദ്നി ഇൽമൻ, ഇൽമ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലെ. ഒരുപാട് വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ കാര്യവും ഇൽമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് സൂറത്ത് ആൽ ഇംറാനിലേക്ക് എടുക്കാം. അപ്പൊ ഞാന് അന്ന് ഞാൻ എടുക്കുമ്പോൾ ചോദിച്ചിന് എത്രാമത്തെ ആയത് വരെ എടുത്തെന്നൊക്കെ. അപ്പൊ പറഞ്ഞു പോലും, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എന്നിട്ട് അന്ന് എടുത്തത് 10, 11 എടുത്തത്. അപ്പൊ അതിന്റെ ഇടയിൽ 2, 3 ആയത്ത് മിസ്സായിട്ടുണ്ട്. അത് എടുക്കാം ഇന്ന് ഇൻഷാ അല്ലാഹ്. 105 വരെയാ എടുത്തത് അല്ലെ. ഇനി 106, 107, 108 എടുക്കാനുള്ളത്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ എടുത്തെന്ന് വിചാരിക്കാൻ കാരണം എന്താ വെച്ചാല് 104 ആയത്തിന്റെ അതേ ഇതാണല്ലോ 110 ആയത്തിൽ ഏകദേശം വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അത് എടുത്തെന്ന് എനിക്ക് തോന്നിപ്പോയത്. എന്തായാലും 105 ആയത്ത് മുതൽ നമുക്ക് പറയാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. وأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون تلك آيات الله نتلوها عليك بالحق وما الله يريد ظلما للعالمين ولله ما في السماوات وما في الأرض وإلى الله ترجع الأمور كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم
منهم المؤمنون وأكثرهم الفاسقون لن يضروكم إلا أذى وإن يقاتلوكم يولوكم الأدبار ثم لا ينصرون. അപ്പൊ നമ്മള് അള്ളാഹു തആല പറഞ്ഞു നമ്മളോട് 104-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല നമ്മളോട് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയുള്ള ഉമ്മത്താകണം. വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൂന അനിൽ മുൻകർ. അല്ലെ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമുദായമാകണം നിങ്ങൾ. അല്ലെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹമായിട്ട് നിങ്ങളാകണം. അപ്പൊ അതാണ് അള്ളാഹു തആല നിങ്ങൾ എങ്ങനെ ആവണം എന്നുള്ള പറയുന്നത്. അല്ലെ, സദാചാരം ദുരാചാരം എങ്ങനെ മാറൂഫ് അല്ലെ, പിന്നെ അതുപോലെ മുൻകർ എന്നുള്ളതിനെ നമ്മൾ ആ രൂപത്തിലൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. പിന്നെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് പറഞ്ഞപ്പോഴും നമ്മൾ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. അല്ലെ, എപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ ഏറ്റവും ഉത്തമരാകാനുള്ള എന്തെല്ലാം ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ നമ്മൾ പറഞ്ഞത്. എങ്ങനെ നമുക്ക് ഉത്തമരാകാം, ഓരോ ഗുണങ്ങളും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാണെന്ത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണെന്ത് വിജയിച്ചവർ. അല്ലെ, അള്ളാഹുവിങ്കല് വിജയം ലഭിച്ചവർ അവരാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. സത്യത്തില് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഹദീസുകളിൽ പറയുന്നത് ഈ ഒരു കാര്യം ഇല്ലാതാകുമ്പോൾ സമൂഹം നശിച്ചു പോകുന്നു പറയുന്നുണ്ട്. സമൂഹം, സമുദായം ഒക്കെ നാശത്തിന് കാരണമായി തീരുന്ന പറയുന്നത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. അതില്ലേ നമ്മൾ ശരിക്കും ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നുണ്ടല്ലോ. ചെറിയ പ്രായം മുതലേ ഈ ഒരു കാര്യം നമ്മൾ പാലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. കാരണം അതത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. അല്ലെ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോ അവിടെ ആയിഷ റളിയല്ലാഹു എന്തോ ബന്ധു ആരോ ഉണ്ടായിട്ട് ചെറിയ കുട്ടിയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിച്ചത് മോനെ നിസ്കരിച്ചോന്നാണ്. ചെറിയ കുട്ടിയാണ് അവിടെ ഉണ്ടായപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിച്ചത് നിസ്കരിച്ചോ എന്നുള്ള ആ ഒരു ചോദ്യം. അപ്പം ശരിക്കും നമ്മൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് മുതൽ നമ്മൾ കൽപ്പിക്കേണ്ടത്. നന്മ കൽപ്പിക്കുക എന്നുള്ള ആ ഒരു ഇത് വരുമ്പോ ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അല്ലെ, നിങ്ങളെ കുട്ടികളെ 7 വയസ്സാകുമ്പോൾ നിങ്ങൾ മുറൂന്ന് പറഞ്ഞത്, നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, ശീലിപ്പിക്കണം. എന്നിട്ട് 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്നാ പറഞ്ഞത്. അല്ലെ, ശരിക്കും ഓരോരുത്തരും ഞാൻ ഈ ഇത് പറയുമ്പോൾ കേൾക്കുന്ന ഓരോരുത്തരും അവരവരെ വീട്ടില് ഈ പ്രായത്തിലുള്ള മക്കൾ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണേ, ഒന്ന് പരിശോധിക്കണേ. അതായത് ഞാന് പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായ വീഴ്ച വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിൽ കൊടുക്കേണ്ട ആ ഒരു ഇത് നമുക്ക് കൊടുക്കേണ്ടതില്ല, നമ്മൾ എന്തായാലും കൊടുക്കണം. അല്ലെ, പിന്നെ പറയുന്ന ചെറിയ പ്രായത്തിൽ ആ തർബിയത്ത് കിട്ടി വളർന്ന കുട്ടികള് ചിലപ്പോ ഒരു പ്രായത്തിന്റെ ആ ഒരു ഇതില് ചിലപ്പം എന്തെങ്കിലെല്ലാം കുരുത്തക്കേടിലെല്ലാം പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖോട് കൂടിയിട്ട് അവരുടെ ആ ഒരു സത്തയിലേക്ക്, അതായത് അവർക്ക് ചെറിയ പ്രായത്തിൽ കിട്ടിയ ആ ഒരു നല്ല ഗുണങ്ങളിലേക്ക് അവർ തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അള്ളാഹു അങ്ങനെ തന്നെ എല്ലാ മക്കളെയും അല്ലെ ആ ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു ആക്കട്ടെ. ഇപ്പൊ ചെറിയ പ്രായം മുതൽ കൽപ്പിക്കണം. അപ്പൊ 7 വയസ്സ് എന്ന് പറയുന്ന ആ പ്രായം മുതൽ നമ്മൾ മക്കളോട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ടോ? ശരിക്കും ശീലിപ്പിക്കണം എന്ന് പറയുന്ന അത് ആ 5 വഖത്ത് അതിന്റെ സമയത്ത് തന്നെ നിസ്കരിപ്പിച്ചിട്ട് ശീലിപ്പിക്കണം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഒരു അലംഭാവം വരുന്ന ഒരു നിസ്കാരം ഉണ്ട് അല്ലെ, അതേതാണ്? കുട്ടികളോട് പറയുന്നതിൽ നമ്മൾ പോലും പിന്നോട്ട് വലിയുന്ന ഒരു നിസ്കാരം ഏതാണ്? സുബഹി നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ
കുറച്ചൊരു നമ്മളെ ഉമ്മമാർക്ക് മക്കളോട് കുറച്ച് സ്നേഹവും വാത്സല്യവും ഒക്കെ കൂടുതലായതുകൊണ്ട് എന്റെ മോന് ഇത്ര ചെറുതാന്നല്ലേ, ഈ ഒരു തണുപ്പത്ത് ഇത്രയും നേരത്തൊക്കെ വിളിച്ച് എണീപ്പിച്ച് നിസ്കരിപ്പിക്കണം, കുറച്ചുറങ്ങിക്കോട്ടെ അല്ലേ, പാവല്ലേ, കുറച്ച് കഴിയുമ്പോൾ മദ്രസയിൽ പോകണം, സ്കൂളിൽ പോകണം അല്ലെ, പിന്നെ ഉറങ്ങാനൊന്നും അവർക്ക് കഴിയൂലല്ലോ, ഇങ്ങനെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കും കുറച്ച് ഉറങ്ങിക്കോട്ടെ അല്ലേ, സാരമില്ല ചെറിയ മക്കളല്ലേ. അവർക്കും ഭയങ്കര മടിയായിരിക്കും. ചിലപ്പോ 4 വയസ്സിൽ 5 വയസ്സിലെല്ലാം നല്ലോണം നിസ്കരിച്ചിട്ടുണ്ടാവേ. ഈ 7 വയസ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാവുമ്പോ ഇല്ലേ ഭയങ്കര മടി വരും കുട്ടികൾക്ക്. നമ്മളിങ്ങനെ നിസ്കരിക്കാൻ അല്ലാണ്ട് അവരോട് നമ്മൾ പറയൂല. അപ്പൊ അവർക്ക് ഇഷ്ടമായിരിക്കും ഇങ്ങനെ വന്ന് ഓടി നമ്മളെപ്പുറം ചിലപ്പോ ഒന്നും കൂടി എടുക്കാണ്ട് നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ ഒരു സമയമാകുമ്പോ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും പോട്ട് പാവല്ലേ, കുട്ടികളല്ലേ, ചെറുതല്ലേ അല്ലെ, ഉറങ്ങിക്കോട്ടെ, അങ്ങനെ വിചാരിക്കും അല്ലെ. ശരിക്കും ശരിക്കും പിന്നെ ഇപ്പം നമ്മളിപ്പം വയനാട് ദുരന്തം അല്ലെ നമ്മൾ കണ്ട് അല്ലെ, നമ്മൾ അതിന്റെ നേർക്കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. എപ്പോഴും ഓരോ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കരഞ്ഞിട്ടല്ലാണ്ട് ശരിക്കും അല്ലെ ഒരു കണ്ണുനീര് വരാതെ നമുക്ക് അവരുടെ ഓരോ അനുഭവങ്ങളും നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞാല് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അല്ലെ, ഓരോന്നിലും വ്യത്യസ്തമായിട്ട്. അപ്പം അവിടെ ഒരു ഉരുൾപൊട്ടലും ഒരു പേമാരി വെള്ളം ഇതൊക്കെ വന്ന സമയത്ത് ആൾക്കാർ രക്ഷപ്പെടുമ്പോ എല്ലാരും വിളിച്ച് അല്ലെ, എല്ലാരും കൂട്ടിപ്പിടിച്ച് അങ്ങനെ രക്ഷപ്പെടണം എന്നല്ലേ ആഗ്രഹിച്ചത്. അന്നേരം ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളല്ലേ അങ്ങനെയൊന്നും ആരും വിചാരിക്കുന്നില്ലല്ലോ അല്ലെ. എല്ലാരും എങ്ങനെ രക്ഷപ്പെടേണ്ട ആൾക്കാരെല്ലാം മലയിലേക്കാണെങ്കിൽ മല, മഴയാണെങ്കിൽ മഴ, വെള്ളമാണെങ്കിൽ വെള്ളം അല്ലെ. മഴ കൊണ്ടിട്ട് നേരം വെളുക്കുന്ന വരെ ഓരോ ഭാഗങ്ങളിൽ കഴിച്ചുകൂട്ടിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ കേട്ടാൽ നമ്മള് സുബ്ഹാനല്ലാഹ്, അവരെ എടുത്ത് ഓടുക ചെയ്യുന്നില്ലേ ഓരോരുത്തർ. ഒരു സ്ത്രീ അവരുടെ കുട്ടീനെയും ആ പ്രായമുള്ള ഒരു അമ്മനെയൊക്കെ രക്ഷപ്പെടുത്തിയ ആ ഒരു സാഹസികത ഒക്കെ പറയുന്ന കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്താ ഭയങ്കര ഒരു നമുക്ക് ഇത് തോന്നുന്നില്ലേ. അപ്പം ശരിക്കും പറഞ്ഞാല് പിന്നെ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇങ്ങനെ ഒരു അപകടം വരുമ്പോ അല്ലെ നമ്മൾ എന്തായാലും ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തിന് വരാത്ത ആണുങ്ങൾ ഉള്ള വീടുകൾ കത്തിക്കാൻ എനിക്ക് തോന്നി, അഗ്നിക്ക് ഇരയാക്കണം എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അത്രയും കത്തിക്കണം എന്ന് പറയുമ്പോ അത്രയും അല്ലെ ഒരു വീട്. പക്ഷെ അവിടെ പ്രായമായ സ്ത്രീകളും കുഞ്ഞു കുഞ്ഞു കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഗ്നിക്ക് ഇരയാക്കിയേനേന്നാ പറഞ്ഞത്, അത്രമാത്രം. അപ്പോ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായത് കൊണ്ടാണല്ലോ ആ ഒരു കാര്യത്തിന് അത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മളെ നാടുകളില് ഫർള് നിസ്കാരം എന്നുള്ളത് അത് ഏതെങ്കിലും സമയത്ത് നിസ്കരിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടാണ് പലർക്കും. കൃത്യസമയത്ത് നിർവഹിക്കുന്നവരുണ്ട്. ഇപ്പം ക്ലാസ് ഒക്കെ കേട്ട് അതിന്റെ പ്രാധാന്യം മഹത്വമൊക്കെ അറിഞ്ഞ് അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുന്നുണ്ടാകാം. പക്ഷെ എന്താ പറയാ, പലരും അതിന് വേണ്ടത്ര ഒരു ഇമ്പോർട്ടൻസ് ഈ പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ള, പുരുഷന്മാര് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്ന കാര്യത്തിൽ പലപ്പോഴും ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നില്ല. അതേപോലെ കുട്ടികളെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ വീട്ടില് ഇതുപോലെയുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞയക്കേണ്ട ബാധ്യത നമ്മളെ മേലാണ്. ആൺകുട്ടികളുണ്ടെങ്കിൽ, പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. ശരിക്കും പറയുന്ന നിർബന്ധ നിസ്കാരത്തിന് പള്ളിയിൽ പോകാന്നുള്ള കാര്യത്തിൽ പുരുഷന്മാർക്ക് ഇളവില്ല, പോകണം തന്നെയാണ്. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലേ, റസൂലെ എനിക്ക് ഈ സുബഹി സമയത്ത്, അദ്ദേഹം കണ്ണ് കാണാത്ത അന്ധനായ ഒരു സ്വഹാബിയാണ്, അദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ പള്ളിയിലേക്ക് വരേണ്ടതുണ്ടോ, എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് അല്ലേ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു എന്നാ വേണ്ട. പക്ഷെ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കാൻ, താങ്കൾക്ക് ബാങ്ക് കേൾക്കാമോ? അപ്പൊ പറഞ്ഞു അതെ. എന്ന് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എന്തായാലും വരണം, ബാങ്ക് കേൾക്കുന്നെങ്കിൽ എന്തായാലും വരണം. അന്ധനായ ആ ഒരാൾക്ക് പോലും ആ കാര്യത്തിൽ ഇളവ് കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മളെ മുമ്പിൽ എല്ലാം ഉണ്ടായിട്ടും ചില ആൾക്കാർ മഴ എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കൂലേ. മഴയത്ത് ഷോപ്പിലും പോകും, ഷോപ്പിങ്ങിനും പോകും, കല്യാണത്തിനും പോകും, എല്ലാത്തിനും പോകും. പിന്നെ പള്ളിയിൽ പോകാൻ മാത്രം ഒരു മഴ. ഇങ്ങനെയൊന്നും നമ്മൾ ആകാൻ പാടില്ലല്ലോ. അതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം. അപ്പൊ കുട്ടികള് ആൺകുട്ടികളെ പള്ളിയിൽ പറഞ്ഞയക്കുന്ന കാര്യത്തില് വീട്ടില് കൂടെ അയക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പറഞ്ഞയക്കാം. ചെറിയ കുട്ടികളെ ഒറ്റക്കൊന്നും പള്ളിയിലേക്ക് പറഞ്ഞയച്ചിട്ട് റിസ്ക് എടുക്കണ്ട. നല്ല അടുത്തൊക്കെ ആണെങ്കിൽ അതിനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ. അല്ലാത്തത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കൂടെ പറഞ്ഞയക്കാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ആവൂല് ഭക്തില് കൂടെ നിസ്കരിപ്പിക്കുക. പെൺകുട്ടികളുടെ കാര്യം, ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. വെച്ചാല് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാന്ന് വെച്ചാല്,
ഒരു കുട്ടി പിന്നെ പറയാണ്, നമ്മളെ വീട്ടിൽ വന്ന സമയത്ത് ഞാനിങ്ങനെ ആയിഷാന്റെ അടുത്ത് നിസ്കരിക്കാന് പറയുമ്പോ ആ മോള് പറയുന്നതാണ്, നിസ്കരിക്കലില്ല, എന്നോട് പറയലില്ല, ഉമ്മ എന്നോട് നിസ്കരിക്കാൻ പറയലില്ല. വന്നപാട് പിന്നെ കുളിച്ച് സ്കൂൾ വിട്ട് വന്നപാട് കുളിച്ചു മാറ്റി പിന്നെ പഠിക്കാനിരുത്തേ ചെയ്യാ, സ്കൂളത്തെ പഠിക്കാനിരിക്കും, പിന്നെ ട്യൂഷൻ അയക്കും. ഇങ്ങനെ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ആഹ് എന്തിനാ നമ്മള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ശരിക്കും ആ ഒരു അവസ്ഥ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. കാരണം പിന്നെ ആ ഒരു കാര്യത്തിന്റെ പ്രാധാന്യം അത്രയേ ഉള്ളൂ അല്ലെ. ആയിഷനെക്കാളും മൂത്തതാണ്, പക്ഷെ നിസ്കരിക്കാൻ പറയലില്ല. ഏഹ് അവിടെ ഞാൻ നിസ്കരിക്കില്ല. എന്നിട്ട് ഫാത്തിഹ ഓതുമ്പോ എനിക്ക് തെറ്റിപ്പോവും, അതുകൊണ്ട് പിന്നെ എന്നെല്ലാം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ഇത് ഇതിപ്പം പല വീടുകളിലും ആ ഒരു സാഹചര്യം തന്നെ ആയിരിക്കൂലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതായത് ആ ഒരു പ്രായത്തിൽ 8 വയസ്സായാലും 9 വയസ്സായാലും കുട്ടികൾ സ്കൂളിൽ പോയി വരും, എന്നിട്ട് പിന്നെ അവരോട് കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ ട്യൂഷന് പറഞ്ഞേക്കും, ഇങ്ങനെ പിന്നെ പഠിക്കാനിരുത്തും. ഇങ്ങനെ സ്കൂളത്തെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഭയങ്കര മത്സരവും ആവേശവും ഒക്കെ കാണിക്കുന്ന പേരൻസ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഭയങ്കര വീഴ്ച വരുന്നുണ്ട്. അപ്പം അംറും ബിൽ മഅറൂഫി വനഹ്യും അനിൽ മുൻകർ എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും നമ്മൾ പ്രാധാന്യത്തിൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. നന്മ കൽപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ കൽപ്പിക്കേണ്ടതും നിസ്കാരം കൊണ്ടാണ് തന്നെ പറയുന്നത്. കാരണം നമുക്കറിയാലേ, നിസ്കാരം എന്നുള്ളത് ഏറ്റവും നമ്മളെ നെടും തൂണാണ്. അത് ശരിയായാൽ, അത് കറക്റ്റ് ആയാൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എല്ലാരും കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മളെ വീട്ടില് സുബൈക്ക് ഫസ്റ്റ് ഇല്ലേ, കുട്ടികൾക്ക് കുറച്ചൊരു മടിയോ അത് ഇഷ്ടക്കുറവെല്ലാം ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ രാവിലെ സുബൈക്ക് എണീറ്റാല് ഇന്നത് തരാ, ഇങ്ങനെ ചെയ്തു തരും, അന്ന് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സന്തോഷിപ്പിക്കുക, ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുക്കുക, ഒരു നല്ല മുത്തെല്ലാം കൊടുത്തിട്ട് അവരെ സ്നേഹത്തോടെ ആ ഒരു അങ്ങനെയെല്ലാം ചെയ്യുമ്പോ ഞാനിങ്ങനെ നിസ്കരിക്കാൻ ചെയ്താൽ എന്റെ ഉമ്മാക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ എന്നുള്ള ഒരു ഇത് ചിന്ത വരും ശരിക്കും കുട്ടികൾക്ക്. അപ്പൊ അവർക്കില്ലേ പിന്നെ രാത്രി കിടക്കുമ്പോ തന്നെ പറയും, ഉമ്മ എന്നെ സുബഹിക്ക് വിളിക്കണേ എന്നൊരു ഒരു ചിന്തയോടെ അവർ കിടക്കും. നേരത്തെ എണീക്കണം എന്നുള്ളതിൽ നേരത്തെ ഉറങ്ങും. അപ്പൊ പിന്നെ അത് അവർക്കൊരു ശീലമായി കഴിഞ്ഞാലില്ലേ അവർക്കൊരു പ്രയാസം ആവും ചെയ്യില്ല. പിന്നെ അവർക്ക് അതിനോട് ഇഷ്ടം വരെ ചെയ്യാം. നമ്മള് മക്കളധികം വഷളാക്കുന്നത് ശരിക്കും നമ്മൾ പാരന്റ്സ് തന്നെയാണ് അല്ലെ. സ്നേഹിച്ച് ലാളിച്ച് നമ്മൾ എന്താക്കൂ, അവരെ വിഷമിപ്പിക്കണ്ട, അവർക്ക് വിഷമാണ്ട, അവരെ ഇതാക്കണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളെല്ലാത്തിനും ഇത് കൊടുക്കും. അപ്പോ പിന്നെ അത് അവർക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രയാസാവും. നേരെ മറിച്ച് ഈ ഒരു കാര്യം ശരിക്കും ചെറിയ പ്രായത്തില് ഈ തർബിയത്ത് കൊടുക്കണം എന്ന് പറയുന്നത് അതിനാണ്. ചെറുപ്പത്തില് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മള് മക്കൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാലില്ലേ അവരെ അത് കല്ലിൽ കൊത്തിവെച്ച പോലെ അവരെ ഹൃദയത്തിൽ അത് ഉണ്ടാവും പോലും. അത് അവിടെ ആ ഫിത്രത്തിലാണല്ലോ ഓരോ കുഞ്ഞുങ്ങളും അല്ലാഹു തആല ജനിപ്പിക്കുന്നത്, ശുദ്ധ പ്രകൃതിയിലാന്നല്ലേ പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ അംറും ബിൽ മഅറൂഫ് വനഹ്യും അനിൽ മുൻകറും അത് നമ്മൾ കണ്ടിന്യൂസ് തുടർന്നുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് നമ്മളെ ആയിഷ സൂറത്തുൽ ബഖറയിലെ കുന്തും ഷുഹദാ ഇത് ഹലറ യാഖൂബൽ മൗത്ത് പറഞ്ഞ ആയത്ത് പറഞ്ഞല്ലോ. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാം മരണാസന്നമായ ഘട്ടത്തില് പിന്നെ മക്കളെ വിളിച്ചിട്ട് ചോദിക്കുന്നില്ലേ, നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ മക്കളെയും വിളിച്ചിട്ട് ഞാനും ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ഉപദേശങ്ങളിൽ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പിന്നെ ചോദിക്കും പിന്നെ അപ്പൊ അവര് ചോദിക്കുന്ന ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ നമുക്കറിയാം അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, ഏകനായ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. പക്ഷെ ശരിക്കും അതങ്ങനെ ആകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇല്ലേ ശരിക്കും. പിന്നെ അതായത് നമ്മളിപ്പോ നമ്മളെ ഈമാൻ അല്ലെ, ഈമാൻ നമ്മളത് പൂർത്തിയാകണമെങ്കിൽ എന്താ പറയുന്നത്, ഈമാൻ പൂർത്തിയാകുന്ന വെച്ചാല് നമ്മളെ പിന്നെ മറ്റെന്തിനേക്കാളും ഈ ദുനിയാവില് മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു അവന്റെ റസൂലും ആകണം അല്ലെ. അതാണല്ലോ ഈമാനിന്റെ ഏറ്റവും ആദ്യത്തെ ഇത് എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മൾ കറക്റ്റ് ആകുന്നുണ്ടോ അല്ലെ. തൗഹീദിന്റെ ആ ഒരു ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അതല്ലേ, നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളെ ഈമാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമുക്ക് തന്നെ അല്ലെ സ്വന്തത്തിനേക്കാളും മറ്റുള്ളവരെക്കാളും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് എന്താകണം, അള്ളാഹു അവന്റെ റസൂലും ആകണം. അത് നമ്മൾ മക്കളോട് ചോദിച്ചു നോക്കണം, അങ്ങനെ ആകുന്നുണ്ടോ.
ഒരു ചിന്തക്കുള്ളൊരു വക ഇട്ട് കൊടുക്കണം ശരിക്കും. ഞാനിങ്ങനെ ചോദിച്ചപ്പോ ഹനാനില്ലേ ഒന്നിങ്ങനെ ചിരിച്ചിട്ട് കുറച്ച് സമയം ആലോചിച്ച്. ഞാൻ ചോദിച്ചു നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? അള്ളാനെ എന്നാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം എനിക്ക് കറക്റ്റ് മനസ്സിലായി. അപ്പൊ കൊറേ സമയം ഇങ്ങനെ ചിന്തിച്ചിട്ട് ചിരിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഏഹ് അപ്പൊ ആയിഷ പറയുന്നത് എന്നോട് ചോദിക്കുമ്പോ എന്നോട് ചോദിക്കും. അത് ചെറുതല്ലേ. അപ്പൊ ഓക്ക് പറയാ അള്ളാനെ ഇഷ്ടം റസൂലിനെ ഇഷ്ടം എന്നല്ല ഓക്ക് പറയാനും വേണ്ടിയിട്ടാണ് ഓളത് പറയുന്നത്. പക്ഷെ ഹനാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോ ഞാൻ തന്നെ ശരിക്കും ചിന്തിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. എന്താച്ചാല് മക്കൾക്ക് ഞാൻ അനക്കന്ന് ആ ക്ലാസ് എടുത്തപ്പോ എനിക്ക് തോന്നി പിന്നെ നമ്മൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കാലഘട്ടം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മക്കളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഉപദേശിച്ച് കൊടുത്തോണ്ടേയിരിക്കണം. കാരണം അങ്ങനത്തെ ഒരു സമൂഹമാണല്ലേ അതായത് ഈ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം അല്ലെ അശ്ലീലതകൾ കാണുന്നത് എല്ലാം ഇന്ന് നമ്മളെ കൈകളിലേക്ക് നമുക്ക് കുട്ടികൾക്ക് ഫോൺ കൊടുക്കാണ്ടിരിക്കാനും കഴിയില്ല. കാരണം ക്ലാസ്സും കാര്യങ്ങളും നോട്ട്സും എല്ലാ സകല കുന്ത്രാണ്ടും ഇതിന്റെ ഉള്ളിലാന്നല്ലോ ഉള്ളത്. അപ്പോ അവര് പഠിക്കണോന്ന് പറഞ്ഞിട്ട് ഇതും വെച്ചിരിക്കുമ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കൊറോണന്റെ ശേഷം വന്ന ഒരു വല്ലാത്തൊരു പ്രയാസം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അല്ലെ. ഈ മൊബൈൽ ഫോൺ എല്ലാ മക്കളുടെ കയ്യിലും സജീവമായിട്ട് ഇത് വെച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഈ ഒരു ഓൺലൈൻ ക്ലാസ് വന്നപ്പോഴാണ്. പക്ഷെ ഇതില് കുറെ ഹൈറും ഉണ്ട്, പക്ഷെ എല്ലാത്തിലും ഹൈറുണ്ട് ഷെറുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ എന്താക്ക മക്കളോട് പറയാ അല്ലെ, മ്യൂസിക് ആയാലും എല്ലാത്തിനോടും അവർക്ക് ഇഷ്ടവും താല്പര്യവും വരുന്ന ഒരു 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 ഏജ് ഉണ്ട് അല്ലെ. ആ ഒരു 12, 13, 14, 15 ആ ഒരു ടീനേജ് എന്ന് പറയുന്ന ഒരു പ്രായം നിറച്ച് മക്കൾക്ക് ഇങ്ങനത്തിനോട് ഒരു ഭയങ്കര ഹരായിരിക്കും. അപ്പം നമ്മള് എപ്പോഴും ആ ഉപദേശം കൽപ്പന നന്മ കൽപ്പിക്ക തിന്മ വിരോധിക്ക പറഞ്ഞുകൊണ്ടേയിരിക്ക. അതും അവർക്ക് പ്രയാസമാകാത്ത രീതിയിൽ അവരുടെ നന്മകളെ ആദ്യം പറഞ്ഞിട്ട് ഒന്ന് നല്ല ഇതാക്കാം. അവർക്ക് കുറച്ച് നന്മകൾ എന്തായാലും കുട്ടികളിൽ ഇല്ലാതിരിക്കൂലല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞൊന്ന് ഇംപ്രസ് ചെയ്യിക്കുക. അപ്പൊ അവർക്ക് മുഖത്ത് നല്ലൊരു സന്തോഷം വരും. എന്നിട്ട് പിന്നെ പറയതാ ഇതില് ഭയങ്കര തിന്മയാണ് കേട്ടോ, ഇങ്ങനെയുള്ള ഒന്നും നമ്മൾ കാണരുത് കേൾക്കരുത്. നമ്മളെ മക്കളോട് നമ്മളല്ലാണ്ട് പിന്നെ ആരാ പറയണ്ടേ അല്ലെ. നമ്മളെ മക്കള് വലുതായെന്ന് വിചാരിച്ചോ. ഇപ്പൊ എന്റെ മക്കൾ അൽഹംദുലില്ലാ ഇപ്പൊ ഉപദേശിക്കാൻ പറ്റിയ പ്രായമാണെന്ന് വിചാരിക്കുക. ചില മക്കളൊക്കെ ചിലപ്പോ വലുതായിട്ടുണ്ടാവും അല്ലെ, കല്യാണം കഴിഞ്ഞ ഉള്ള ഉമ്മമാരുണ്ടാവും ഇവിടെ. എത്ര വലിയ മക്കളാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിനില്ലേ നമ്മളൊരു മടി കാണിക്കേ വേണ്ട. ചിലപ്പോ ഇല്ല ഉപദേശം എന്ന് പറയുന്നത് വിശ്വാസിക്ക് ഉപകാരപ്പെടുന്നു പറയുന്നുണ്ട്. അത് മാത്രല്ല അള്ള നമ്മളോട് കൽപ്പിച്ചതാണ് അല്ലെ. അള്ള നമ്മളോട് പറഞ്ഞതാണ് എന്ത്, നിങ്ങള് ഇങ്ങനെ ആകണം, നന്മ കൽപ്പിക്കുന്ന ഒരു സമൂഹമാകണം, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹമാകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളിൽ എന്തെങ്കിലും ഒരു തിന്മ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. ഇപ്പൊ ആരെങ്കിലും നമ്മളോട് പറയുന്നത് നമ്മളെ മക്കളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, അന്നേരം നമ്മള് എന്റെ മോൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, എന്റെ മോളാ എന്റെ മോളടുത്ത് അങ്ങനെ ഒന്നും ഒരു തിന്മ ഉണ്ടാവൂല എന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കാരണം അത് വലിയ തെറ്റാണ്. നമ്മളെ വിശ്വാസവും വിചാരം എല്ലാം തെറ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കൂല. നമ്മളെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ നമ്മളെ മക്കളെല്ലാം പറയുന്ന അനുസരിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും, നിസ്കരിക്കുന്നുണ്ടാവും, ഖുർആൻ ഓതുന്നുണ്ടാവും, ഒക്കെ ശരി തന്നെ. പക്ഷെ ആരെങ്കിലും നമ്മളെ മക്കളെ കുറിച്ച് നമ്മളോട് എന്തെങ്കിലും രീതിയിൽ അവരിൽ ഒരു തിന്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, അത് വാച്ച് ചെയ്യണം അവരോട്. പക്ഷെ പെട്ടെന്ന് എന്താ പറയാ ഒരു ദേഷ്യപ്പെടുന്ന രീതിയിൽ അവരടുത്ത് നമ്മൾ പ്രതികരിക്കാൻ ഓടിപ്പോകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു കുട്ടി ക്ലാസ് എടുത്തപ്പോ പറഞ്ഞ കേട്ടിട്ടില്ലേ, പിന്നെ ഒരു ഇത് കണ്ടപ്പോ അവരുടെ ബ്രദേഴ്സ് എല്ലാം അടിച്ചടിച്ചടിച്ചടിച്ച് അങ്ങനെ ആക്കിയപ്പോ ആ കുട്ടി തീരുമാനിച്ചത് ആ തിന്മയിൽ നിന്ന് മാറാനല്ല തീരുമാനിച്ചത് അല്ലെ. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൽ തന്നെ തുടർന്ന് പോകുന്ന ആ കുട്ടി തീരുമാനിച്ചത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള മെന്റാലിറ്റിയാണ് വളർന്നു വരുന്നത് കുട്ടികൾക്ക്. അപ്പൊ നമ്മള് എല്ലാം ഹിക്കമത്തോടെ കൂടി കൈകാര്യം ചെയ്യാനും പഠിക്കണം. എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യാ. പിന്നെ അള്ളാന്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും അല്ലെ. വിധി എന്ന് പറയുന്ന ഒന്ന് ഒരു ഭാഗത്തുണ്ട്, പക്ഷെ അവിടെ പോലും നമുക്ക് എന്തുണ്ട്, പ്രാർത്ഥന എന്നുള്ള ഒരു ആയുധമുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥന ഈ വിഷയത്തില് ഏറ്റവും മുൻപിൽ പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനയും നമ്മൾ ഉപദേശങ്ങളും പരിശ്രമങ്ങളും പിന്നെ നമ്മൾ നല്ലതാകാന്നുള്ളത് അത് വലിയൊരു പോയിന്റ് ആണേ. മക്കള് സ്വാലിഹീങ്ങളാകാന് ഒരു ഖുർആൻ പറഞ്ഞ ഒരു നിർദ്ദേശമാണ് എന്ത്, മാതാപിതാക്കള് ആകാന്നുള്ളത്. പക്ഷെ എത്ര നല്ല മാതാപിതാക്കളായാലും ചിലപ്പോ മക്കൾ എന്താകാം, വഴിതെറ്റി പോകാം. അതിനും ഉദാഹരണം ഖുർആനിലുണ്ട് ഇല്ലേ. നമുക്കുണ്ടല്ലേ തെളിവുകൾ, എല്ലാത്തിനും ഖുർആനിൽ തെളിവുണ്ട്. ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എടുക്കുമ്പോ പിന്നെ
ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ കാര്യം പറയുമ്പോൾ അവൻ ആ ഉമ്മ ഹാജറ ബീവിയെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ലൊരു മാതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം ആ മകനിൽ കാണാൻ സാധിച്ചു. പിതാവ് അടുത്തില്ലാതെ ഉമ്മാന്റെ തർബീയത്തിലാണ് ആ മകൻ വളർന്നത്, ല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നാ നൂഹ് നബി അലൈഹി സ്വലാമിന് അദ്ദേഹത്തിന്റെ മകനെ ഈ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല, അല്ലെ? അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പൊ പിന്നെ അതെന്താ അവരെ ഇതായിട്ട് ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് എന്തില്ല, പ്രസക്തിയില്ല. പക്ഷെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, അത് ചെയ്യണം, അല്ലെ? അതായത് ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മള് പിന്നെ ഈ കൽപ്പനകൾ, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കാം. നന്മയിലേക്ക് നമ്മൾ മക്കളായാലും ഭർത്താക്കന്മാരെ, ഇനിയിപ്പോ അല്ലെ, ഭർത്താക്കന്മാരായാലും ആരായാലും ഈ ഒരു നന്മയിലേക്ക് ക്ഷണിക്കാന്നുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്താകണം, മുന്നിട്ട് വരണം. അതുപോലെ തന്നെ തിന്മ കണ്ടാൽ അതിനെതിരെ നമ്മൾ ശരിക്കും പറയുന്ന പിന്നെ ഒരു തിന്മ കണ്ടിട്ട് പിന്നെ അതിനെതിരെ പ്രതികരിക്കാത്ത ആൾക്കാരുടെ അവസ്ഥ ഒരു ഉദാഹരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാര്, പിന്നെ കപ്പലില് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ 2 തട്ടുകളുള്ള കപ്പലാണ്. അപ്പം പിന്നെ മുകളിലെ തട്ടിലാണ് വെള്ളം ഉള്ളത്. താഴത്തെ തട്ടിൽ വെള്ളം ഇല്ല. അപ്പം ഇവരെ ആവശ്യത്തിന്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വരുന്നത് പോകുന്ന അവർക്കൊരു ബുദ്ധിമുട്ടായപ്പോ താഴെ തട്ടിലുള്ള ആള് പറഞ്ഞു, നമുക്ക് ഇതിനൊരു ദ്വാരം ഉണ്ടാക്കിയാൽ പോരെ, ഇതില് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരം ഉണ്ടാക്കിയാൽ മതിയല്ലോ, അപ്പൊ നമുക്ക് വെള്ളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു ദ്വാരം ഉണ്ടാക്കുന്നത് മുകളിലെ തട്ടിലുള്ള ആള് കണ്ടിട്ട് പിന്നെ അത് താഴത്തെ തട്ടിലല്ലേ, അല്ലെ, നമ്മളത് ബാധിക്കുന്നില്ല, നമ്മൾ മേലെയല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു തിന്മയെ നമ്മൾ തടുക്കാതിരുന്നാൽ എന്താണ് അവിടെ അവസ്ഥ സംഭവിക്കുക? അതാണ് തിന്മ വിരോധിക്കാതിരുന്നാൽ സംഭവിക്കാന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപമ സഹിതം പറഞ്ഞു തന്നത്. അതായത് ഒരു കപ്പലിന്റെ അടിയിലെ തട്ടിയിൽ ദ്വാരമാക്കിയാല് ആ കപ്പലിൽ വെള്ളം കയറിയിട്ട് കപ്പൽ എന്താവും, മുങ്ങിപ്പോകും, അല്ലെ? കപ്പൽ മുങ്ങുമ്പോ ഒരു തട്ട്, മേലത്തെ തട്ട് മുങ്ങാതെ ബാക്കിയാകോ? ഇല്ല, മൊത്തം വരും ഫിത്ന, മൊത്തം മുങ്ങും, മൊത്തം എല്ലാരും പെടും. ഇതാണ് ഒരു തിന്മ കണ്ടിട്ട് നമ്മൾ അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ സംഭവിക്കാന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു തെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ഇന്ന് ഇങ്ങനെ പറയാ, നിങ്ങൾ അവരെ കാര്യമൊന്നും നോക്കണ്ട, നിങ്ങളെ കാര്യം നോക്കിയാൽ മതി, അല്ലെ? നിങ്ങളെ കാര്യം നോക്കിയിട്ട് നിങ്ങൾ നടന്നാൽ മതി, നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ അവരെ നോക്കണ്ട, ഇവരെ നോക്കണ്ട, അവരെന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്തിനാ അതെല്ലാം നോക്കുന്നത്, അല്ലെ? അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, അവരെന്തെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനെ ഒരു നിലപാടാണ് ഇന്ന് പലപ്പോഴും നമ്മൾ സ്വീകരിച്ചു വരുന്നത്. അത് തെറ്റാണെന്നാണ് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരുന്ന, അള്ളാഹു നമ്മളോട് പറയുന്നത് അതാണ്. നിങ്ങൾ അങ്ങനെ ആകരുത്. അത് അടുത്ത ആയത്തിൽ പറയുന്നത്, വലാ തകൂനു കല്ലദീന തഫറഖൂ. നിങ്ങൾ എങ്ങനെ ആകരുത്? അതായത് പിന്നെ ഭിന്നിച്ച ആളുകളെ പോലെ ആകാൻ പാടില്ല. ഭിന്നിച്ച് ഛിദ്രിച്ച് വഖ്തലഫു, അഭിപ്രായ വ്യത്യാസത്തിലാവുകയും ചെയ്തു. മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നതിന് ശേഷം അവർ അഭിപ്രായ വ്യത്യാസത്തിലാവുകയും പരസ്പരം ഭിന്നിക്കുകയും ചെയ്ത ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. ഇവിടെ അള്ളാഹു തആല നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഭിന്നിക്കരുത്, അല്ലെ? ഭിന്നിപ്പിന്റെ കക്ഷികളാകാൻ പാടില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം സമൂഹം 73 കക്ഷികളായി പിരിയുമെന്ന്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ചില ആൾക്കാർ പറയും, ഇത് പിന്നെ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെ, പിരിയുന്ന്, അതുകൊണ്ട് നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കി പിരിയുന്നു. അങ്ങനെയാണോ? ശരിക്കും ഖദർ എന്ന് പറയുമ്പോൾ 2 വിധത്തിലുണ്ട് പറയുന്നുണ്ട്, അല്ലെ? നമ്മൾ നേരത്തെ സൂറത്ത് സുമർ പഠിച്ചപ്പോ നമ്മൾ ഈ കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്, അല്ലെ? അള്ളാഹുവിന്റെ ഖദർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതെല്ലാം ഖദർ തന്നെയാണ്. പക്ഷെ
പിന്നെ ഷറഈ ആയതും കൗനി ആയതും ഉണ്ട് അല്ലേ. നമ്മള് അത് ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോ സൂറത്തുൽ ബഖറയിൽ പഠിക്കുമ്പോൾ അത് വിശദമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. ഇനി നമ്മൾ ഇപ്പൊ ഏകദേശം ഒരു അല്ലെ വിചാരിക്കാണ്ട് ഒരു ജുസയിലേക്ക് ഇങ്ങനെ ഓടി എത്തിയില്ലേ. സുബ്ഹാനല്ലാഹ്. ഫസ്റ്റ് സൂറത്തുൽ ഫാത്തിഹന്റെ എല്ലാം തഫ്സീർ ക്ലാസ് നമ്മളിങ്ങനെ വിശദമായി പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഇതൊക്കെ എപ്പോഴാ തീരാ, എപ്പോഴാ അങ്ങോട്ടൊക്കെ എത്താന്ന്. പക്ഷെ വളരെ നല്ല വിശദമായിട്ട് തന്നെ നമ്മൾ ഇപ്പോ ഒരു ജുസയിലേക്ക് നമ്മൾ എത്തിയല്ലേ. അൽഹംദുലില്ലാ. പിന്നെ അധികം വൈകാതെ നമുക്കിങ്ങനെ അല്ലെ ഓരോ ജുസുകളും അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ശരിക്കും ജീവിക്കാൻ കൊതി തോന്നുന്ന നിമിഷങ്ങളാണ് ഈ തഫ്സീർ പഠിക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ജീവിക്കാൻ ഒരു ദുനിയാവിനോട് ഒരു മോഹവും ഇല്ല, പക്ഷെ ജീവിക്കാൻ കൊതി തോന്നുന്ന നിമിഷങ്ങൾ തഫ്സീർ ക്ലാസ് പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. അതായത് ഇതേപോലെ പരിശുദ്ധ ഖുർആനിനെ മുഴുവനായിട്ടും മനസ്സിലാക്കിയിട്ട് മരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതാണ്. അത് ഇപ്പം പഠിക്കുമ്പോൾ ഇങ്ങനെ ഹിഫ്ലും കൂടി നല്ല രീതിയിൽ നമുക്ക് പഠിച്ച ഭാഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ആയിഷ പിന്നെ ഇപ്പം ഫാസ്റ്റ് ആയിട്ട് ഒരു ജുസ് എത്തിയില്ല. ഫാസ്റ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല സ്ലോ ആണ്, പക്ഷെ നമുക്ക് ഫാസ്റ്റ് എന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇങ്ങനെ പഠിക്കാനുള്ള അവസരം അള്ളാഹു തന്നെ. ഇപ്പം നമ്മള് സ്ലോ ആയിട്ട് നമ്മളൊരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ സൂറത്ത് ആൽ ഇമ്രാൻ ഇങ്ങനെ പോയി അനിസാ ഇങ്ങനെ ഒരു റഫായ ഒരു പഠനം ഇത് ഇപ്പുറത്തുനിന്ന് പോവുകയും എന്നിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പുറത്തുനിന്ന് കിട്ടുകയും ചെയ്യുമ്പോൾ അത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാര്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഇല്ലേ പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ സൂറത്ത് ബഖറ ഇങ്ങനെ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ ഇതിബ്തല ഇബ്രാഹിം റബ്ബുഹു എന്നുള്ള ആ ആയത്തിന്റെ വിശദീകരണം കേൾക്കുന്ന സമയത്തില്ലേ ശരിക്കും സുബ്ഹാനല്ലാഹ്. ഓരോ സമയത്ത് ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് എനിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണോ റബ്ബേ, ഇത് എനിക്ക് വേണ്ടിയിട്ട് പറയുന്ന ഓരോ ക്ലാസ്സുകൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോ ആണ് നമുക്ക് ചില കാര്യങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം അള്ളാഹു തരുന്നത്. സുബ്ഹാനല്ലാഹ്. സബറായാലും എല്ലാ കാര്യങ്ങളും അള്ളാഹു ഒരു ത്വാലിബുൽ ഇൽമിന് പിന്നെ ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നല്ലേ. ടെസ്റ്റ് കണ്ടിന്യൂസ് നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. അതായത് നമ്മളെ ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്ന പരലോകത്തെ വിചാരണക്ക് മുമ്പായിട്ട് നമ്മൾ ഈ ദുനിയാവിൽ കുഞ്ഞു 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 ടെസ്റ്റുകൾ അല്ലെ. ശരിക്കും ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു MBBS എൻട്രൻസിന് പഠിക്കുന്ന എക്സാമിന് പിന്നെ ട്രൈ ചെയ്യുന്ന കുട്ടികളെ കാര്യം പറയുമ്പോൾ പറയുന്നില്ല അല്ലെ, അവർക്ക് വീക്കിലി 2 or 3 എക്സാംസ് ഉണ്ടാവും എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്ക് പഠിക്കുന്ന ഒരാൾക്ക് എന്തായാലും ടെസ്റ്റും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് തന്നെ ഉണ്ടല്ലോ അല്ലെ. അൽഹംദുലില്ലാ. നമ്മൾ വീക്കിലി എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന തഫ്സീറിൻ്റെത്, അതല്ലാതെ കോഴ്സുകൾ പഠിക്കുന്ന അറബിക് ക്ലാസ് പഠിക്കുന്നവർക്ക് അതിന്റെ എക്സാം ഉണ്ട്. അഖീദ ഇപ്പൊ അഖീദ പഠിക്കാൻ ഒരു അവസരം അൽഹംദുലില്ലാ നമ്മളെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. വീണ്ടും വീണ്ടും നമ്മളെ മുമ്പിൽ അറിവിന്റെ വാതിലുകൾ തുറന്നു വരും. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും പറയുന്നത് ത്വാലിബുൽ ഇൽമിന് ലൈഫില് എക്സാം അറ്റൻഡ് ഒരുപാട് ടെസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. അപ്പൊ അത് ഏറ്റവും ഭംഗിയിൽ ആ ടെസ്റ്റ് ഏറ്റവും നല്ല രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അള്ളാഹു തആല അവിടെ റിസൾട്ട് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഇത് തരുന്നത് അല്ലെ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ അള്ളാഹു വിജയം നൽകട്ടെ എല്ലാവർക്കും. എന്താ പറയാ, അത് ഏറ്റവും നല്ല രൂപത്തിൽ നാളത്തെ വരാനിരിക്കുന്ന വമ്പിച്ച ഒരു എക്സാം ഉണ്ടല്ലേ, അള്ളാഹു അവിടെ നമുക്കൊരു വിചാരണയില്ലാതെ അദാബില്ലാതെ രക്ഷപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ശരിക്കും നമ്മള് പഠിക്കുന്ന സമയത്ത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഇത് പറയുമ്പോൾ നമ്മൾ 70,000 ആൾക്കാർ പറയുന്നുണ്ട് അല്ലെ. പക്ഷെ ആ ഹദീസില് ആ 70,000 ഓരോ ആളുകൾക്കും 1000 വെച്ച ആൾക്കാർ പിന്നെ ഇത് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വെക്കുമ്പോ വെറും 70,000 അല്ല. സുബ്ഹാനല്ലാഹ്. ഓരോ 70,000-നും ഇൻറ്റു 1000 വരുമ്പോ ഒരു എത്ര എത്ര വരും, എത്രയോ ലക്ഷം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്.
അപ്പം ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടല്ലേ. അള്ളാഹുവെ, എല്ലാം എന്തെങ്കിലുമൊക്കെ കണക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാം ഇവിടെ തന്നെ പറഞ്ഞിട്ടും ചെയ്തിട്ടും തീർത്തിട്ടില്ലേ പടച്ചോന്റെ മുമ്പിൽ എത്തുമ്പോ ഒരു ഒരു തിന്മ പോലും ബാക്കിയാകാത്ത രൂപത്തിൽ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. പിന്നെ പിന്നെ പല കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്താണെന്നറിയോ? ദുനിയാവിന്റെ നിസ്സാരതയാണ്. ദുനിയാവിന്റെ നിസ്സാരതയാണ്. അപ്പം പിന്നെ അള്ളാഹു നമ്മളോട് പറയുന്നത്, നിങ്ങൾ എന്താകരുത്, ഭിന്നിച്ച് പിന്നെ അഭിപ്രായ വ്യത്യാസത്തിലാകാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാരെ പോലെ നിങ്ങൾ ആകരുത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലേ പിരിയും എന്നുള്ള കാര്യവും. അപ്പൊ അതൊക്കെ അള്ളാന്റെ ഖദറിന്റെ ഭാഗം. പക്ഷെ നമ്മൾ അത് വിചാരിച്ചിട്ട് നമ്മള് പിന്നെ പിരിയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏകോപിച്ച് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പം ഉലൈക ലഹും അദാബുൻ അലീം, അങ്ങനെയുള്ളവർക്ക് എന്താണ്, വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത ആയത്ത് നോക്ക്, യൗമ തബിയദ്ദു വുജൂഹും വതസ്വദു വുജൂഹ്, അല്ലെ? അന്ന് ചില മുഖങ്ങൾ, യൗമ തബിയദ്ദു വെളുക്കുന്ന ദിവസം, അല്ലെ? വുജൂഹും ചില മുഖങ്ങൾ, വതസ്വദു വുജൂഹും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യും. ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും, എന്നാൽ കറുത്ത് ഇരുണ്ട ആ മുഖമുള്ള ആളുകള്, ആ കൂട്ടരെ കുറിച്ച് പറയുമ്പോൾ അവരോട് ചോദിക്കുന്ന എന്താ അറിയോ? ആ കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചുവോ? അതാ ചോദിക്കുന്നത്. വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അവിശ്വാസത്തിലേക്ക് പോയോ? അങ്ങനെയാണെങ്കിൽ ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫദൂഖു, നിങ്ങൾ ആസ്വദിച്ചോ എന്താൽ അദാബ്, ശിക്ഷ, ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾ ഇത് ആസ്വദിച്ചു കൊള്ളുക. അപ്പം വിശ്വാസത്തിന് ശേഷം അവിശ്വാസത്തിലേക്ക് പോയ ആളുകളുടെ മുഖങ്ങളാണ് എന്ത് പറയുന്നത്? കറുത്തിരണ്ടു പോകുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ശരിക്കും പറഞ്ഞാല് നമ്മള് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തണം, അല്ലെ? നാളെ റബ്ബിന്റെ മുമ്പില്, അള്ളാഹിന്റെ മുമ്പില് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അവസരം, വുജൂഹു യൗമഇദിൻ നാഇമ, അല്ലെ? നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളെപ്പോഴും ഓതുന്നില്ലേ സൂറത്തുൽ ഗാശിയ? അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, ചില മുഖങ്ങൾ അന്ന് നല്ല തിളങ്ങുന്നതായിരിക്കും, അല്ലെ? വുജൂഹു യൗമഇദിൻ ഖാശിഅയുണ്ട്, വുജൂഹു യൗമഇദിൻ നാഇമയുണ്ട്. നമ്മൾ ഏതിലായിരിക്കും ഉണ്ടാവുക? ആമിലത്തുൻ നാസിബയായിരിക്കോ, അല്ല സഈഹ റാദിയായിരിക്കോ? ആമിലത്തുൻ നാസിബ എന്താണ്? ഒരുപാട് ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, അതായത് ഒന്നും എന്താ ഒരു നാളേക്ക് ഉപകാരപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, എന്താണ്? അതെ, പിന്നെ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അല്ലെ? അവിടെ അതിനു മുമ്പ് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, ഞാൻ നിങ്ങൾക്കൊരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെ. ആരാണ് അവര്? അവര് കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി ഏറ്റവും വലിയ നഷ്ടക്കാരാണ് അവര്. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ എല്ലാ പരിശ്രമങ്ങളും പാഴാക്കിയത് എവിടെയാണ്? ഐഹിക ജീവിതത്തിലാണ്. അവര് വിചാരിക്കുന്ന വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അല്ലെ? അവര് വിചാരിക്കുന്ന അവർ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ അവര് അഖ്സരീന അമാല എന്നാ പറഞ്ഞത്, നഷ്ടക്കാരാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ, അല്ലെ? അത് മാത്രല്ല, അവരാരാണ്? അവർ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി, അതുപോലെ അള്ളാനെ കണ്ടുമുട്ടുന്ന വിഷയത്തിലും. അതുകൊണ്ട് ഫഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങളൊക്കെ എന്തായി പോയി? നിഷ്ഫലമായി പോയി, അല്ലെ?
പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരുപാട് ചെയ്തിട്ട് ഒന്നും ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ആരും അള്ളാഹു ആക്കാതിരിക്കട്ടെ. ആമീൻ. ശരിക്കും ഈ ഫിത്ന അവസാനം പരലോകത്ത് പാപ്പരായി പോകുന്ന ഒരവസ്ഥ പറയുന്നുണ്ട് അല്ലെ. ആരാണ് പാപ്പര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പൊ അവര് ചോദിക്കുന്നത് ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് റസൂലെ? ദിർഹമും ദീനാറും ഇല്ലാത്തവരാണോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലേ, ദിർഹം ദീനാറും ഇല്ലാത്തവരല്ല, കുറേ അമല് സാലിഹാത്തുകൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതെല്ലാം അവിടെ എത്തിയിട്ട് ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എങ്ങനെ വീതിച്ചു കൊടുക്കേണ്ടത്? നമ്മളെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അറിയാണ്ട് നമ്മളെ പൈസ പോകുന്നുണ്ട് അല്ലെ. നമ്മൾ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ, ഇല്ലാത്തത് പറയുമ്പോ കളവാന്ന്, ഉള്ളതല്ലേ പറയുന്നത് നമ്മൾ പറയൂ അല്ലെ. എത്ര നിസ്സാരമായിട്ട് നമ്മൾ അത് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, കാത്തുരക്ഷിക്കട്ടെ. ശരിക്കും നമ്മളെ നാവ് എന്ന് പറയുന്നത് ഭയങ്കര നഷ്ടം വരുന്ന ഒരു കാര്യമാണ്. എന്നാ അതിൽ ലാഭകരമായ കച്ചവടം ഉണ്ട് അല്ലെ, നഷ്ടം വരുന്ന കച്ചവടം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ട, പാഴാക്കണ്ട. എപ്പോഴാ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും മറ്റേ ഭൂകമ്പവും സുനാമി എല്ലാം എപ്പോഴാ വരാൻ നമുക്ക് അറിയില്ല അല്ലെ. ഒന്നും ഉണ്ടാവില്ല, ബാക്കിയാകാൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും നമുക്ക്. അപ്പൊ നമ്മൾ ഈ അല്ലദീന വല്ല സായിഹുമായി പോകാൻ പാടില്ല അല്ലെ. ദുനിയാവിന് വേണ്ടിയിട്ട് കുറെ ഓടി 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 നമ്മളെ സമയവും നമ്മളെ എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ഒരു പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഖുർആൻ പാരായണത്തിന് സമയം കൊടുക്കണ്ട എന്ന് പറഞ്ഞേ. ഫസ്റ്റ് അത് വായിച്ചപ്പോ ഞാൻ ചോദിച്ചേ, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പൊ ബാക്കി വായിച്ചേരാന്ന് മനസ്സിലായത്. സുബ്ഹാനല്ലാഹ്. എല്ലാം കഴിഞ്ഞിട്ടല്ല ഖുർആൻ പാരായണത്തിന് സമയം കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തിയിട്ട് അതിന് കൊടുക്കണം സമയം. എന്നിട്ട് മതി നിങ്ങൾ ബാക്കി കാര്യം ചെയ്യാന്. അതാ പറഞ്ഞത് അതില്. അല്ലാണ്ട് നമ്മളെല്ലാം അല്ലെ അതും കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് ഫോണിൽ ഇനി മെസ്സേജ് ഒന്നും ഇല്ല, എല്ലാം സ്ക്രോൾ ചെയ്ത് എല്ലാം തീർന്ന് ഇനി ഒരു അല്ലെ ആൻഡ്രോയിഡ് മെസ്സേജും ഇല്ല എന്ന് ഉറപ്പായാല് അതിന് ഫോൺ അവിടെ വെക്കുന്നിട്ട് ഖുർആൻ ഓതാന്നുള്ള ആ ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എത്രാമത്തെ സ്ഥാനം ഖുർആന് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. അതും കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മളെ മനസ്സില് നമ്മ ഖുർആനുള്ള സ്ഥാനം എത്രയെന്ന് ഓരോരുത്തർക്കും സ്വന്തത്തോട് തന്നെ നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. വേറെ ആരുടെയും നോക്കണ്ട, വേറെ ആരുടെയും നമ്മൾ നോക്കാനും പോകണ്ട, പരിശോധിക്കാനും പോകണ്ട. നമ്മളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഈ കാര്യത്തിൽ ഇല്ലേ. നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇതിനെല്ലാം കൊടുക്കുന്നുണ്ട്. അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. നമ്മൾ വിചാരിക്കാ നമ്മൾ എന്തെങ്കിലും നിസ്കരിക്കുന്നില്ലേ അല്ലെ, 5 നേരം നിസ്കരിക്കുന്നില്ലേ, ഖുർആൻ ഓതുന്നുണ്ടല്ലോ, പിന്നെ അത്യാവശ്യം സദക്കെല്ലാം കുറച്ച് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ സുന്നത്ത് നോമ്പിൽ അത്യാവശ്യം എടുക്കുന്നുണ്ട് അല്ലെ. ഫർദിന്റെ കാര്യത്തിലും സുന്നത്തിന്റെ ഫർദായ നിസ്കാരത്തിനോടനുബന്ധിച്ചുള്ള സുന്നത്തും ളുഹയും തഹജ്ജുദും ഒക്കെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനൊക്കെ നമ്മൾ വിചാരിക്കണ്ട, ആരും വിചാരിക്കണ്ട അല്ലെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അമീൻ. നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹുവെ അത് നമ്മക്ക് തന്നെ കിട്ടണേ റബ്ബേ അല്ലെ. അതിന്റെ പ്രതിഫലം നീ നമ്മക്ക് തന്നെ തരണേ റഹ്മാനെ. അത് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു കർമ്മം നമ്മളിലൂടെ ഉണ്ടാകാതിരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒന്നും പറയണ്ട, ആരെയും പറയണ്ട, ഒന്നും പറയാതിരിക്കാൻ എത്ര പറ്റുമോ അതിലേറ്റവും വലിയ ഹൈർ അല്ലേ. സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാ പറഞ്ഞത്. എവിടെ നമ്മളതൊന്നും പഠിച്ചിട്ടില്ല അല്ലെ, നമുക്ക് അതിനൊന്നും പറ്റുന്നില്ല അല്ലെ. എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോ കോന്ന് കേൾക്കുമ്പോ കോഴിക്കോട് എന്ന് പറയുന്ന പോലെ അങ്ങനെ അതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. മാറുന്നുണ്ട്, മാഷാ അല്ലാഹ് മാറുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വരെ അത് കൺട്രോൾഡ് ആണെങ്കിലും ചില സമയത്ത് കൺട്രോൾ വിട്ടു പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അല്ലെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അപ്പം നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ ആവണം. എങ്ങനെ? വുജൂഹു യൗമഇദിൻ നാഇമ ല്ലേ. ആ തിളങ്ങുന്ന നാഇമ എന്ന് വെച്ചാൽ തിളങ്ങുന്ന മുഖം, വെട്ടിത്തിളങ്ങുന്ന പ്രകാശപൂരിതമായ അല്ലെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ തന്നെ തിരിച്ചറിയുന്നത് പോലും അങ്ങനെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് പറയുന്നില്ലേ അല്ലെ, അവരെ വുളൂഇന്റെ അടയാളങ്ങൾ കൊണ്ട് അവരിങ്ങനെ പ്രകാശം പോലെ ഉണ്ടാകുന്നു. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാൻ എല്ലാവിധ ഷെറിൽ നിന്നുള്ള നമ്മളെല്ലാരും കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. കാരണം പിശാജ് മനുഷ്യന്റെ ശത്രുവാണെന്ന് നമ്മളോട് അള്ളാഹു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനെ ശത്രുവായി തന്നെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് വകവെക്കാതെ അവന്റെ പ്രലോഭനങ്ങളിൽ വഴങ്ങിക്കൊണ്ട് നമ്മൾ ഓരോന്നും ഇല്ലേ തിന്മകളിലേക്ക് പോയി കഴിഞ്ഞാല് നാളെ എന്തായിരിക്കും? ആമിലത്തിൽ നിന്ന് ആസിബായി പോകും. അവിടെ തസ്ലാ നാറൻ ഹാമിയ തുസ്കാ മിൻ ഐനിൻ ആനിയ, അല്ലെ? നരകത്തിലുള്ള ആ ഒരു കത്തിജ്വലിക്കുന്ന ചൂടേറിയ അഗ്നിയില് ആ ഒരു ഇതിലായിരിക്കും അവസ്ഥ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. എന്നാ നല്ല പ്രശോഭിതമായ മുഖത്തോടെ റബ്ബിനെ കാണാൻ സാധിച്ചാൽ അവിടെ റാദിയ, ആ തൃപ്തിപ്പെട്ട അള്ളാഹ് നമ്മുടെ പരിശ്രമങ്ങൾ തൃപ്തികരമായ പരിശ്രമം കൊണ്ടാണ് അള്ളാഹു ആ മുഖങ്ങൾ അത്രയും പ്രശോഭിതമായിട്ടിരിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്കതിന് സാധിക്കണമെങ്കിൽ നമ്മളടുത്ത് അത്രയും ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് എവിടെ സ്ഥാനം? ഫീ ജന്നത്തിൻ ആലിയ, അല്ലെ? ഉന്നതമായ സ്വർഗം. അവിടെ ലാ തസ്മഉ ഫീഹാ ലാഗിയ, ഒരു അനാവശ്യവും കേൾക്കൂല, അല്ലെ? കേൾക്കേണ്ടി വരൂല. ഫീഹാ ഐനുൻ ജാരിയ, നല്ല ഒഴുകുന്ന അരുവികൾ. ഫീഹാ സുറുറും മർഫൂഅ, നല്ല അല്ലെ കട്ടിലുകൾ, ഉയർന്ന കട്ടിലുകളെ പ്രത്യേകത എന്താ? അതൊരു സ്ഥാനത്ത് ഫിക്സ് ചെയ്തതല്ല, അല്ലെ? അതിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മള് വിചാരിക്കുന്നിടത്ത് ആ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ കഴിയും? അല്ലോ, സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്തൊരു രസമായിരിക്കും. അള്ളാഹു എത്തിക്കട്ടെ, ആമീൻ. അക്വാബും മൗദൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവന്റെ അതിവിശിഷ്ടമായ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്താനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. വദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ. അപ്പം ചില മുഖങ്ങൾ യൗമ തബിയദ്ദു വുജൂഹു വതസ്വദ്ദു വുജൂഹു. فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. വിശ്വാസത്തിന് ശേഷം കുഫറിലേക്ക് പോയ ആളുകളുടെയാണ് മുഖങ്ങൾ കറുത്തു പോകുന്ന പറയുന്നത്. അപ്പൊ നമ്മള് ഒരു ഒരു നിഷേധം നമ്മളെ ഭാഗത്ത് വരാൻ പാടില്ല. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരു കുഫർ നമ്മളിൽ വന്നു പോകാതിരിക്കാൻ വളരെയധികം നമ്മൾ സൂക്ഷ്മത പാലിക്കണം. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് മുഖങ്ങൾ വെളുത്ത ആ പ്രശോഭിതമായ ആളുകളുണ്ടല്ലോ, അവരെവിടെയാണെന്നറിയോ? ഫഫീ റഹ്മത്തില്ലാ, അവർ അള്ളാഹിന്റെ കാരുണ്യത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതന്മാരായിരിക്കും. അവരാണല്ലേ സ്വർഗം. അള്ളാഹിന്റെ കാരുണ്യത്തിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? സ്വർഗത്തില്. സുബ്ഹാനല്ലാഹ്. ആ മുഖങ്ങൾ വെളുത്ത ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇവിടെ മുഖം വെളുത്തിട്ട് കാര്യമില്ല, അല്ലെ? ബാഹ്യ സൗന്ദര്യത്തിന് ദുനിയാവിൽ എന്തില്ല? ഒരു പ്രസക്തിയുമില്ല. ബാഹ്യമായ സൗന്ദര്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ആന്തരികമായ സൗന്ദര്യമാണ് നമുക്ക് ദുനിയാവിൽ വേണ്ടത്. അതായത് നമ്മളെ ഹൃദയങ്ങളാണ് എന്താകേണ്ടത്? വെളുത്തിട്ടുണ്ടാകേണ്ടത് ദുനിയാവില്. മുഖം വെളുത്തിട്ട് ഒരു കാര്യമില്ല. ആൾക്കാരെ മുമ്പിൽ മുത്തഖിയായിട്ടില്ലേ ഒരു കാര്യമില്ല. നമ്മളെ ഹൃദയങ്ങളില് കറുത്ത പാപക്കറകൾ ഇങ്ങനെ വീണ് അത് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പ് എവിടെ കാണിക്കും? നാളെ പരലോകത്ത് നമ്മളെ മുഖത്ത് കാണിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നമ്മളെ ഹൃദയം ഒരിക്കലും കറുത്തു പോകാൻ പാടില്ല, അല്ലെ? ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം. കുത്തു വീഴാതിരിക്കൂല. എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കുത്തുകള് നമ്മുടെ അടുത്ത് വരും. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ, അല്ലെ? നമ്മൾ മനുഷ്യരാണ്. ഒരു വിശ്വാസി ഒരു തെറ്റും ചെയ്യൂല എന്ന് അള്ളാഹ് പറയുന്നില്ല. വിശ്വാസി തെറ്റ് സംഭവിച്ചാൽ തെറ്റ് തിരുത്താനും അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കൂല. ഒരു വിശ്വാസി മാറാനും മാറും. അതാ, അങ്ങനെയുള്ളവരാണ് വിശ്വാസികൾ. മാറുന്നാൽ മാത്രല്ല, അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരും, ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് ഖേദം വരും, പിന്നീട് ഒരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു പോകാത്തവനാണ് എന്ത്? വിശ്വാസി. ചെയ്ത തെറ്റുകൾ വീണ്ടും 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 ആവർത്തിക്കുക എന്ന് പറയുന്നത് അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല.
നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ നോക്കണം. നമ്മളെ ഹൃദയത്തിൽ എത്ര കുത്ത് വീഴുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് അത് ഏറ്റവും നല്ല എന്താ പറയാ, കറ നീക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ച് നമ്മൾ കൊണ്ടു നടക്കണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലേ? നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എന്റെ നഫ്സിന് നീ തഖ്വ നൽകണേ റബ്ബേ, സൂക്ഷ്മത നൽകണേ റഹ്മാനെ. ആതി നഫ്സി തഖ്വാഹ വസക്കിഹ, അല്ലേ? അതിനെ നീ സംസ്കരിക്കണേ അല്ലാഹ്. വഅൻത ഖൈറു മൻ സക്കാഹ വഅൻത വലിയുഹ വമൗലാഹ. എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മള്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ. അല്ലാഹുവേ, ഈമാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തരണേ അല്ലാഹ്. അതിലൂടെ എന്റെ ഹൃദയത്തിന് നീ ഭംഗി നൽകണേ റഹ്മാനെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈമാൻ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. നല്ല പ്രാർത്ഥനയാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം ഇതെല്ലാം. നമ്മളെ ഹൃദയത്തിന് വേണ്ടി, നമ്മളെ കൽബിന് വേണ്ടിയിട്ട് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പം ആരുടെ മുഖങ്ങൾ പ്രകാശപൂരിതമായോ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും. ആ കാരുണ്യത്തിൽ അവർ സ്ഥിരവാസികളായിരിക്കും. സുബ്ഹാനല്ലാഹ്. അത് സ്വർഗാണ്, അല്ലെ? സ്വർഗമാണത്. തിൽക ആയാത്തുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ്. ഇവ ആയാത്തുല്ലാ, അള്ളാഹുവിന്റെ ആയത്തുകളാണ്. നത്ലൂഹ, അത് ഞാൻ ഓതിത്തരുന്നു, അലൈക നിനക്ക്, ബിൽ ഹഖ്, യഥാർത്ഥ മുറപ്രകാരം. അള്ളാഹ് എനിക്കിതെല്ലാം പറഞ്ഞു തരുന്നത്. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ. അള്ളാഹു ലോകർക്ക് ഒരു അനീതിയും ഒരു അക്രമവും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്ക്, അള്ളാഹു ആരാണ്? അള്ളാഹു റബ്ബുൽ ഖൈറാണ്, അല്ലെ? നമ്മളത് മനസ്സിലാക്കിയില്ലേ? അള്ളാഹു ആർക്കും ദുൽമ ഉദ്ദേശിക്കുന്നില്ല, അനീതി ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഖൈറേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. നമ്മളെ റബ്ബിനെ അറിയണം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് നമുക്ക് എപ്പോഴും പറയാൻ കഴിയണം. ഇതെല്ലാം അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹു ഇത് സത്യപ്രകാരം ഹക്കോടുകൂടി അള്ളാഹ് നമുക്ക് ഓതി കേൾപ്പിച്ചു തരികയാണ്. ലോകത്തിലുള്ള ഒരാളോടും അള്ളാഹു എന്താക്കുന്നില്ല, ഒരു അനീതിയും കാണിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അള്ളാഹുവിനാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ. എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്നതും അള്ളാഹുവിലേക്ക് തന്നെ. നമ്മൾ ഓരോരുത്തരും ഒരുപാട് 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 ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് വിശ്വാസികള് നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി കൂടിയാൽ പോരാ. മറ്റുള്ളവരെ നന്നാക്കുന്ന കാര്യത്തിലും കൂടി നമ്മൾ എന്താക്കണം? പരിശ്രമിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം എന്നൊരാഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അല്ലെ? സഹാബാക്കള് പരസ്പരം കണ്ടുമുട്ടിയാല് ആ സൂറത്ത് പാരായണം ചെയ്യാതെ പിരിഞ്ഞു പോകാറില്ല എന്നാ പറഞ്ഞത്. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാന്നാ പറഞ്ഞത്, അല്ലെ? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പരസ്പരം ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും ഉപദേശിക്കുകയും ചെയ്യുന്നവർ ഒഴികെ. അവരതിൽ നിന്ന് ഒഴിവായവരാണ്, നഷ്ടത്തിൽ നിന്ന്, അല്ലെ? എന്ത് വന്നാലും നമ്മൾ അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ട് ഈ ദുനിയാവിൽ ചെയ്ത ഒരു കർമ്മം എന്താവൂല, പാഴായി പോകൂല, ഒരിക്കലും നഷ്ടം വരില്ല. അള്ളാഹു പാഴാക്കി കളയേ ചെയ്യില്ല. നമ്മള് നേരത്തെ അല്ലദീന വല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ആയത്തുണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരാളുടെ പരിശ്രമവും പാഴായി പോകൂല എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്.
കിട്ടുന്നില്ല. ഉണ്ട്. അതുപോലെ വേറെയും ഉണ്ട് ഒരായത്ത്, എനിക്ക് അറിയുന്ന ഒരായത്ത് വേറെ. അതായത് അള്ളാഹു ഒരാളുടെ പ്രതിഫലം പാഴാക്കൂല. നമ്മൾ അള്ളാന്റെ പ്രീതിയും തൃപ്തിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോട് കൂടിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ ദുനിയാവിന്ന് എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നാലും നമ്മൾ ചെയ്ത അമല സാലിഹാത്തുകൾ നമുക്ക് ഒരു തരത്തിലും നാളെ നമുക്ക് നഷ്ടം വരൂല എന്ന് ഉറപ്പാണ്. അള്ളാഹു അത് പാഴാക്കൂല. അള്ളാന്റെ പ്രീതിയും തൃപ്തിയും ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ. അതാണോ? അല്ല, അതല്ല. ഇപ്പൊ ഇവര് പറഞ്ഞ പോലത്തെ ഒരു ആയത്താണ്. നോക്ക്, ഞാനത് പറഞ്ഞുതരാം. അല്ല, അത് സാരില്ല, ഞാൻ നോക്കിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ആരും ഒന്നും പറയണ്ട. അൺമ്യൂട്ട് ചെയ്യുമ്പോ ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ സാമ്യതയുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. പക്ഷെ നമ്മളെ കർമ്മങ്ങളൊന്നും അള്ളാഹു പാഴാക്കൂല. അള്ളാന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് അള്ളാഹുവെങ്കിൽ അത് സ്വീകാര്യമായിരിക്കും. ആ ഒരു വിശ്വാസം തന്നെ മതി നമുക്ക്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ നല്ലൊരു വിശ്വാസം, നല്ലൊരു ചിന്ത നമുക്ക് ഉണ്ടായാൽ തന്നെ മതി, നമ്മൾ രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മളോട് പറഞ്ഞ ഈ ഓരോ കാര്യം, പിന്നെ നമ്മള് നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹമാകണം. ഭിന്നിപ്പിനും പ്രശ്നങ്ങൾക്കും ഇതിനൊന്നും പിന്നെ ഉള്ള ഒരാളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ആരെങ്കിലും ഒരു ദുരാചാരം, ഒരു വെറുക്കപ്പെട്ട കാര്യം, ഒരു തിന്മ കാണുന്ന പക്ഷം അവൻ തന്റെ കൈകൊണ്ട് അത് മാറ്റിക്കൊള്ളട്ടെ. ഇനി അത് അവന് സാധ്യമല്ലെങ്കിൽ അവൻ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞ് മാറ്റിക്കൊള്ളട്ടെ. എന്നിട്ട് അതിനും കഴിവില്ലെങ്കിൽ അവൻ അവന്റെ ഹൃദയം കൊണ്ട് അതിനെ വെറുത്തു കൊള്ളട്ടെ. അതാവട്ടെ സത്യവിശ്വാസത്തിൽ ഏറ്റവും ദുർബലമായതാകുന്നു. മറ്റൊരു റിവായത്തിൽ പറയുന്ന വെച്ചാൽ അതിനപ്പുറം സത്യവിശ്വാസത്തിൽ ഒരു കടുകുമണി അളവ് ഇല്ല എന്ന് പറഞ്ഞാല് അത്രയും ഈ വിഷയത്തിൽ ഇസ്ലാം കൽപ്പിച്ച ഗൗരവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറൊരു ഹദീസില് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദിച്ച ഒരു ഹദീസ് പറയുന്നു, ഇസ്രായേൽ സന്തതികൾ പാപത്തിൽ മുഴുകിയപ്പോൾ അവരിലുള്ള പണ്ഡിതന്മാർ അവരെ വിരോധിച്ചു. അവർ വിരമിച്ചില്ല. അതായത് അവരെ വിരോധിച്ചു, പക്ഷെ അവർ അതിൽ നിന്ന് വിട്ടുന്നില്ല. എന്നിട്ട് അവർ അവരുമായി ഇരുത്തത്തിലും സഹവാസത്തിലും ഭക്ഷണപാനീയങ്ങളിലും സഹകരിക്കുകയും അപ്പോൾ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു തമ്മിലടിപ്പിച്ചു. ദാവൂദ്, സുലൈമാൻ, ഈസ അലൈഹിസ്സലാം എന്നീ നബിമാരുടെ നാവുകളിലൂടെ അവരെ അവൻ ശപിക്കുകയും ചെയ്തു. അതായത് പിന്നെ പാപത്തിൽ മുഴുകിയപ്പോ അവരെ അതിൽ നിന്ന് വിരോധിച്ചു. പക്ഷെ ഈ പണ്ഡിതന്മാരെന്തായിട്ടില്ല, ആ പാപം ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നില്ല. അവരുടെ കൂടെ എല്ലാ കാര്യത്തിലും സഹവസിച്ച് കൂടെ നിന്ന്. അപ്പൊ അത് ശരിയാവൂല. വിരോധിച്ച് നമ്മൾ മാറി നിൽക്കന്നെ വേണം, അല്ലേ? അതാണ് ഒരു കാര്യം പറയുന്നത്. പിന്നെ മറ്റൊരു ഹദീസിൽ പറയുന്ന, പിന്നെ ഏറ്റവും വമ്പിച്ച ജിഹാദ്, അതായത് ധർമ്മസമരത്തിൽപ്പെട്ടതാണ് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു നീതിയുടെ വാക്ക് പറയാൻ കഴിയാന്നുള്ളത്, സത്യം തുറന്നു പറയാൻ കഴിയാന്നുള്ളത്. ഏറ്റവും വലിയ ജിഹാദാന്ന് പറയുന്നത്. അക്രമിയായ ഭരണാധികാരിയാണെങ്കിലും അവിടെ ഒരു സത്യം നമുക്ക് പറയാൻ കഴിയാന്നുള്ളത്. മറ്റൊരു ഹദീസ് പറയുന്നത്, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെ വിരോധിക്കുകയും ചെയ്യുക തന്നെ വേണം. അല്ലാത്ത പക്ഷം അള്ളാഹു അവന്റെ പക്കൽ നിന്നുള്ള വല്ല ശിക്ഷാ നടപടിയും നിങ്ങളിൽ നിയോഗിച്ചെന്ന് വരാം. പിന്നീട് നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകുകയില്ല. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. എന്താ പറയുന്നത്? നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കുകയും ചെയ്യാത്ത പക്ഷം അള്ളാന്റെ അടുത്തുനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ശിക്ഷാ നടപടി വരും. അങ്ങനെ ശിക്ഷ വന്നതിനെ പിന്നെ ദുആ ചെയ്തിട്ട് സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. നമ്മൾ നന്മ കൽപ്പിക്കാത്തതിന്റെ പേരിൽ, തിന്മ വിരോധിക്കാത്തതിന്റെ പേരിൽ. ഇന്ന് ശരിക്കും തിന്മകളൊന്നും തിന്മകളല്ലാത്തായി മാറിയില്ലേ?
അതിലെല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അല്ലെ. ശരിക്കും ഹറാമുകളോട് നമ്മളെ മുസ്ലിം സമൂഹത്തിന്റെ തന്നെ കാഴ്ചപ്പാട് എന്താണ്? ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഹറാമായ ഒരു കാര്യം ഹറാമാണ് എന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ മാറിപ്പോയി തോന്നുന്നുണ്ട്. അത് ഹറാമാന്ന് പറയുമ്പോ അതെല്ലാം എല്ലായിടത്തും ഉള്ളതല്ലേ അല്ലേ, എല്ലാരും ചെയ്യുന്നതല്ലേ. അതിലിപ്പോ ആരാ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹറാം എന്ന് പറഞ്ഞാൽ എന്താന്ന് ശരിക്കും അതുപോലും നമുക്ക് അറിയാണ്ടായി പോയെന്ന് നമുക്ക് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ പിന്നീട് നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുമോ നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകുകയില്ല. അപ്പൊ നമ്മളെ കാര്യം മാത്രം നോക്കി അങ്ങ് നടന്നാ പോരാ, പറയേണ്ടത് നമ്മള് പറയുക തന്നെ വേണം. ഇവിടെ ഈ ഒരു ഹദീസിന്റെ എല്ലാം പിന്നെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കുകയും ചീത്ത കാര്യങ്ങളെ പറ്റി വിരോധിക്കുകയും ചെയ്യുന്ന സമുദായത്തിനെ വിജയവും പുരോഗതിയും ഉണ്ടാകൂ എന്നാണ് നമുക്ക് അള്ളാഹു തആല അറിയിക്കുന്നത്. അതാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ പറഞ്ഞത്. നമ്മളൊരിക്കലും ഈ വേദക്കാർക്കൊക്കെ സംഭവിച്ച പോലെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല അല്ലെ. അവര് പരസ്പരം ഭിന്നിപ്പുണ്ടായി അല്ലെ. അവര് പരസ്പരം ഉപദേശം നൽകുന്ന കാര്യത്തില് ദുർവൃത്തികളിൽ നിന്ന് തടയുന്ന വിഷയത്തിലൊന്നും അവരെന്താക്കിയിട്ടില്ല, മുൻകൈ എടുത്തിട്ടില്ല. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥ അവർക്ക് വരുമായിരുന്നില്ല എന്നാ പറയുന്നത്. ഇവിടെയും നിന്യത, പരലോകത്താണെങ്കിലോ അതികഠിനമായ ശിക്ഷ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തെ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. അള്ളാഹുവിന്റെ വെറുപ്പുണ്ടാകാനുള്ള, അള്ളാഹുവിന്റെ ശിക്ഷക്ക് കാരണമായി തീരുന്ന ഈ ഒരു കർമ്മത്തിന് നമ്മള് ഭാഗവാക്കാകാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കാം. ശരിക്കും ഇസ്ലാമിന് എപ്പോഴൊക്കെ വിജയവും സമാധാനമൊക്കെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അന്നൊക്കെ എന്ന് പറഞ്ഞാല് അത്രത്തോളം അള്ളാഹുവിന്റെ താക്കീതുകൾക്ക് വേണ്ടത്ര ഗൗരവവും പ്രാധാന്യം കൊടുത്തിരുന്നു അവര്. സഹാബാക്കള് ചെറിയ തെറ്റുകൾ ഉണ്ടാവൂലേ, കൺപീലിന്റെ അത്ര വരുന്ന അത്രയും കുഞ്ഞു തെറ്റ് എന്ന് പറയുന്ന തെറ്റുകൾ പോലും അവര് വൻ പാപങ്ങളായിട്ടാണ് അവരെ മനസ്സിൽ കണ്ടിരുന്നത് എന്ന് സഹാബാക്കള്. നമ്മള് വലിയ പാവം പോലും നമ്മളെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ഒരു ഈച്ച നാട്ടുന്ന പോലെ അല്ലെ, അത്രയും ലാഘവത്തോടെ നമ്മൾ അതിനെ അതെല്ലാം എന്ത് എന്നുള്ള രീതിയിലേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പിന്നെ ഇന്ന് അത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് എന്താ പറയാ? ഓവറാണ്. കുറച്ച് സൂക്ഷ്മത പാലിക്കുന്നുണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോ പിന്നെ ഇപ്പൊ ഒരു മ്യൂസിക് ഉള്ള ഒരു പാട്ട് ഇതെല്ലാം ഉള്ള ഒരു കല്യാണത്തിന് പോകാണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അല്ലേ ഇങ്ങനെ പറയും, ഓരെല്ലാം ഭയങ്കര ആയിപ്പോയി, വലിയ മുത്തക്കി, ഇങ്ങനെ ഭയങ്കര ആക്ഷേപങ്ങൾ ഉന്നയിക്കും ആൾക്കാരില്ലേ. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒന്നും പറയാതെങ്കിലും ചെയ്തുകൂടെ അല്ലേ മനുഷ്യന്മാർക്ക്? അങ്ങനെ ജീവിക്കുന്ന ആളാ അങ്ങനെ ജീവിച്ചോട്ടെ അല്ലെ. ഒരു പാന്റ്, ചെറിയ പാന്റെല്ലാം ഇട്ടിട്ട് നടക്കുന്ന ആൾക്കാരെല്ലാം ഒരു പരിഹാസത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ടോ ആൾക്കാര്? ഇതെന്താ ട്രൗസർ അട്ടിനി ഇങ്ങനെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അത്രയും സൂക്ഷ്മത, അത്രയും സൂക്ഷ്മത അതല്ലേ താടിന്റെ വിഷയത്തിലായാലും ഇതെല്ലാം ഭയങ്കര നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാര്. അതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടായിനെ. ഞാൻ ഒരാളോട് പറഞ്ഞ് ഹജ്ജ് പെരുന്നാളായിനപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് താടി പഠിക്കണ്ടപ്പാ, അത് സുന്നത്തല്ലാടെ നിന്നോട്ട്. അഞ്ഞിന്റെ വാക്ക് ഞാൻ കേട്ട് ഞാൻ പഠിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പഠിച്ചിട്ടില്ല. അത് ഭയങ്കര എനിക്ക് സന്തോഷം തോന്നുന്നു. അള്ളാഹ് നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. ശരിക്കും നമുക്കൊരാളോട് പറയാൻ കഴിയ, എന്നിട്ട് അതങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാന്ന് പറയുമ്പോ അത് ഒരു സന്തോഷമില്ലേ. അള്ളാന്റെ ഒരു സുന്നത്ത് ശരിക്കും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വരെ ബാക്കിയാകുന്ന ഒരു സുന്നത്തല്ലേ അത്. സുബ്ഹാനല്ലാഹ്. എത്ര നല്ല ഇതിൽ അത് സൂക്ഷിക്കാം. പഠിക്കുന്ന ക്ലീൻ ഷേവ് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, താടി വെക്കപ്പാ അല്ലേ.
അള്ളാന്റെ ഹൂർലിങ്ങളെല്ലാം ഇങ്ങനെ ഊഞ്ഞാലാടുന്നല്ലേ പറയുന്ന താടിയില്. സുബ്ഹാനല്ലാ, അതിന്റെ സുന്നത്ത് എത്ര വലിയ സുന്നത്താന്നറിയോ അത്. ശരിക്കും ഫുൾ പഠിക്കാന്ന് പറയുന്നത് പിന്നെ കറാഹത്താന്നും പറയുന്നുണ്ട്, ഹറാമാന്നും പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും അതിന്റെ ഫത്വ അറിയില്ല. പക്ഷെ ഭയങ്കര സുന്നത്താന്ന് എന്തായാലും താടി വെക്കാന്നുള്ളത്. ഒരു അടയാളല്ലേ, നമുക്ക് ബാക്കിയാക്കാൻ കഴിയുന്ന ഒരു അടയാളല്ലേ. നമ്മൾ പറഞ്ഞു നോക്കിക്കൂടില്ലേ. അവരങ്ങനെയാണെങ്കിലും നമ്മളിപ്പോ ഞാനിപ്പോ വെറുതെ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ശരിക്കും അത് അവർ അക്സെപ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. മാഷാ അല്ലാഹ്, അത് അവർക്കത് നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ. അതിന്റെ പ്രതിഫലവും നൽകട്ടെ. ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളോട് നന്മകളോടുള്ള ഒരു താല്പര്യം അല്ലാഹ് നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആരോടെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞിട്ട് അവരത് ചെയ്യാൻ ഇഷ്ടപ്പെടുമ്പോ അൽഹംദുലില്ലാഹ്. അപ്പം പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലേ, ഒരു ബാങ്ക് കഴിയട്ടെ. അൽഹംദുലില്ലാഹ്. ഞാന് പിന്നെ ബാങ്ക് കൊടുത്തിട്ട് ഇപ്പൊ ബാങ്കിന്റെ ജവാബ് ചെയ്യുമ്പോ എപ്പോഴാ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പറയുമ്പില്ലേ, എപ്പോഴും എനിക്ക് നസ്രീത്താനെ ഓർമ്മ വരും ശരിക്കും. മാഷാ അല്ലാഹ്, അവർ അന്ന് പറഞ്ഞ ശേഷം മുതൽ മനസ്സറിഞ്ഞിട്ട് തന്നെ പ്രാർത്ഥിക്കലുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തുൽ ഖായിമ. അതിങ്ങനെ പറയുമ്പോ അള്ളാഹുന്റെ റസൂലിനെ ഇങ്ങനെ ഓർമ്മിച്ച് അള്ളാഹുന്റെ റസൂലിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നമുക്ക് അള്ളാഹു ഒരു അവസരം തന്നല്ലേ, ബാങ്കിന് ശേഷം ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കാന് അവസരം തന്നിട്ട് നമ്മൾ അത് അത്രത്തോളം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അർത്ഥമെല്ലാം അറിഞ്ഞിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നെങ്കിലും അത്രത്തോളം ഒന്നും ചിന്ത വന്നിട്ടുണ്ടായിട്ടില്ല. പക്ഷെ അന്ന് നസ്രീത്തായ ക്ലാസ് എടുത്തപ്പോ ഭയങ്കര ഫീലായി. മാഷാ അല്ലാഹ്, അള്ളാഹു അതിന്റെ പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ. പിന്നെ മുതൽ ബാങ്കിന്റെ ജവാബ് ചെയ്യുമ്പോ ഈ ദുആ പറയുമ്പോ ഭയങ്കര ഫീലിംഗ് ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ദുആ പറഞ്ഞാൽ നമുക്ക് നാളെ അള്ളാന്റെ റസൂലിന്റെ ശുപാർശ കിട്ടൂന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ വെറുതെ ഒന്നല്ല കിട്ടും, നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടാണെന്നും കൂടി ഒരു ഒരു ഫീലിംഗ്. സുബ്ഹാനല്ലാഹ്, ജസാക്കില്ല ഖൈർ നസ്രീത്ത, അത് പ്രത്യേകം പറയുന്നു. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആ ഒരു അവസ്ഥന്റെ ഇതാണല്ലോ പറഞ്ഞത്. അപ്പൊ അവസാനമായിട്ട് പിന്നെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഭിന്നിപ്പിന്റെ കക്ഷികളാകാൻ പാടില്ല അല്ലെ, പിന്നെ ഒന്നിക്കണം എന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പം പിന്നെ ഒരു ഇത് പറയുന്ന വെച്ചാല് അള്ളാഹുവിന്റെ ഈ ശക്തമായ താക്കീത് വേണ്ടത്ര നമ്മൾ ഓർമ്മിച്ച് വെച്ച കാലത്തോളം മുസ്ലിം സമുദായം വിജയത്തിലും നന്മയിലും തന്നെയായിരുന്നു. എന്നാൽ ആ താക്കീതിന്റെ ഗൗരവത്തിന് സമുദായത്തിന്റെ മനസ്സിൽ ഉലവ് വന്നുവോ അന്നു മുതൽ ആ ഉലവിന്റെ തോതനുസരിച്ച് അതിന്റെ അനന്തരഫലവും അവർ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഇന്ന് അങ്ങേയറ്റം അല്ലെ, അതിന്റെ അങ്ങേയറ്റത്തെത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ സമൂഹത്തില്.
തിന്മകൾ അത്രയും ഇതിൽ വ്യാപിക്കില്ലേന്ന്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, ക്ലാസ് കഴിയുന്നവരെങ്കിലും. പിന്നെ അപ്പം അതിന്റെ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ ആ ഒരു ഇത് അത്രയും പുലർന്നുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അള്ളാഹു ആ സമുദായത്തെ രക്ഷിക്കട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുആവിയ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ജനങ്ങളെ അറിയിക്കുകയുണ്ടായി. അതായത് വേദക്കാർ അവരുടെ മതത്തിൽ 72 കക്ഷികളായി പിരിഞ്ഞു. ഈ സമുദായം വഴിയെ 73 മാർഗക്കാരായി പിരിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം നരകത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അല്ലെ, അതത്രേ ജമാഅത്ത്, അതായത് യഥാർത്ഥ മുസ്ലിം സംഘം. എല്ലാ കുറെ കക്ഷികളായി പിരിയും, അതിൽ ഒന്ന് മാത്രമേ ബാക്കിയെല്ലാം നരകത്തിലായിരിക്കും എന്ന് പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അല്ലെ, എന്റെ സമുദായത്തിൽ വഴിയെ ചില ജനങ്ങൾ വെളിക്ക് വരും. പേ പിടിച്ച ആളിൽ നിന്ന് പേ പടർന്ന് വ്യാപിക്കുന്നത് പോലെ തന്നിഷ്ടങ്ങൾ അവരിൽ പടർന്ന് വ്യാപിക്കും. അവന്റെ ഒരു ഞരമ്പോ സന്ധിയോ അത് പ്രവേശിക്കാതെ ബാക്കിയായിരിക്കില്ലല്ലോ. അതായത് പേ ബാധിക്കുക എന്ന് പറയുന്നത് മൊത്തത്തിലാണ് ശരീരത്തിനെ ബാധിക്കുക, അല്ലെ? അതേപോലെ സമൂഹത്തില് ഇതിങ്ങനെ വ്യാപിക്കുന്ന പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പം ഇത് സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു ദുരന്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മളിൽ നിന്ന് ഇല്ലാതാകുമ്പോഴാണ്. നമ്മള് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ മക്കളിൽ എന്തെങ്കിലും ഒരു തിന്മ ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മക്കളെ കൂടെ നിന്നിട്ട് എന്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യൂല, എന്റെ മോൻ ഇങ്ങനെ, എന്റെ മോള് ഭയങ്കര അങ്ങനെയാണ് എന്ന് നമ്മൾ ഒരിക്കലും അവരെ കൂടെ നിന്നിട്ട് അവരെ കൂടെ കൂടിക്കൊടുക്കരുത്. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിച്ച് ആ തിന്മയുടെ ഗൗരവം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നല്ല രീതിയിൽ ഉപദേശങ്ങൾ കൊണ്ടു നടക്കാൻ ഞാൻ തുടക്കം മുതൽ പറഞ്ഞ ഒരു കാര്യം അതാണ്. അതായത് എപ്പോഴും നമ്മള് അത് ഒരു സൗമ്യതയോടെ, അല്ലെ? ഇപ്പം ഫിറഔന്റെ അടുക്കലേക്ക് മൂസാ അലൈഹി സ്വലാമിനെ അള്ളാഹു തആല ദാവത്തുമായിട്ട് അയക്കുമ്പോ മൂസാ അലൈഹി സ്വലാമിനോടും ഹാറൂൻ അലൈഹി സ്വലാമിനോടും അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, അല്ലെ, ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അത്രയും ക്രൂരനായ, അതിക്രൂരനായ, അക്രമിയായ ആ ഫിറഔന്റെ അടുക്കൽ പോലും പറഞ്ഞത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, അല്ലെ, വളരെ സൗമ്യമായ രീതിയിൽ നിങ്ങൾ അവരോട് പറയാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപദേശിക്കുമ്പോൾ ആ ഒരു സൗമ്യത നമ്മളെ ഉപദേശങ്ങളിൽ ഉണ്ടാവണം. അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കേൾക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ അതിമഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ വളരെ ദുർബലരാണ് അള്ളാഹുവേ. നിന്റെ സൃഷ്ടികളിൽ ഞങ്ങൾ വളരെ ദുർബലരാണ് അള്ളാഹുവേ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ട്. വാക്കുകളിലും പ്രവൃത്തികളിലും ഒരുപാട് വീഴ്ചകളും പോരായ്മകളും വന്നു പോകുന്നുണ്ട് അള്ളാഹുവേ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അള്ളാഹുവേ. ഞങ്ങൾക്ക് അതിനുള്ള ആഫിയത്ത് നൽകണേ അള്ളാഹ്, അതിനുള്ള സിഹത്ത് നൽകണേ റഹ്മാനെ, അതിനുള്ള ഖുവ്വത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നല്ല ഉന്മേഷം, അലസതയിൽ നിന്ന് മടിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ മടിയില്ലാതെ അലസതയില്ലാതെ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നന്മകൾക്കുള്ള അവസരം ഞങ്ങളുടെ മുമ്പിൽ അള്ളാഹുവേ നീ ഒരുപാട് തുറന്നു തരുന്നുണ്ട് അള്ളാഹുവേ. അതിൽ നിന്ന് എടുക്കാൻ, അത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. നന്മയുടെ വാതിൽ നിന്നും ഞങ്ങൾ അടക്കപ്പെടുന്നതിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ തുടർന്ന് പോകുന്ന സാഹചര്യങ്ങളും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ, നന്മകൾക്കുള്ള സാഹചര്യങ്ങളാക്കി അനുകൂലമാക്കി തരണേ റഹ്മാനെ. എല്ലാവിധ പൈശാചികതകളിൽ നിന്നും റഹ്മാനായ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും വരും തലമുറകളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ.
ഇന്നഹുലക്കും അദുവ്വും മുബീൻ എന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ശത്രുവിനെ ശത്രുവായി കാണാനും ആ ശത്രുവിനെ ശത്രുവായി സ്വീകരിക്കാനും അവനിൽ നിന്നും അകന്ന് മാറി നിൽക്കാനും എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാനും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി മറ്റും പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ, അവർക്കൊക്കെ നീ രോഗശമനവും ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട് അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വയനാട് നടന്ന ദുരന്തം അള്ളാഹുവേ, അതിലൊരുപാട് പേര് മരണപ്പെട്ടു പോയി റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകി രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബങ്ങളും കുടുംബാംഗങ്ങളും വീടും മറ്റുമെല്ലാം നഷ്ടപ്പെട്ട് പല വഴിക്കും കഴിഞ്ഞുകൂടുന്നവരുണ്ട് അല്ലാഹുവേ, അവർക്കൊക്കെ തുടർന്ന് അങ്ങോട്ട് ഇനി നല്ലൊരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് നീ അനുകൂലമാക്കി കൊടുക്കണേ റഹ്മാനെ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നാഥാ എല്ലാവരെയും ഞങ്ങളെയും എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ, നിന്റെ ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്ന, നിന്റെ ദീനിന്റെ പേരിൽ സ്നേഹിച്ച, നിന്റെ തൃപ്തിയും പ്രീതിയും മാത്രം ആഗ്രഹിച്ച് ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടം സഹോദരിമാരുണ്ട് അല്ലാഹുവേ. ഈ വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതിക്ക് ഒരുമിച്ച് കൂടാൻ അവർ ആഗ്രഹിക്കുന്ന അല്ലാഹുവേ, ഖുർആൻ പഠിച്ചതിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ സ്നേഹിച്ച സഹോദരിമാർക്ക് ഒന്നിച്ചു കൂടാനുള്ള ഒരു അവസരം അല്ലാഹുവേ, അത് ഏറ്റവും ഹൈറായ രീതിയിൽ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാ. ഒരു പ്രയാസവും കൂടാതെ ആ ഒരു സൽക്കർമ്മം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. നിന്റെ തൃപ്തിയും പ്രീതിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അല്ലാഹുവേ ഞങ്ങളെ ഓരോ ഒരുമിച്ച് കൂടലും. വേറെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി ഞങ്ങളുടെ ഹൃദയത്തെ നിഷ്കളങ്കമായ ഹൃദയങ്ങളാക്കി ഇഖ്ലാസോടുകൂടി നല്ല നിയത്തോടുകൂടി അമല് സാലിഹാത്തുകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഉജ്ബിൽ നിന്ന്, കിബറിൽ നിന്ന്, റിയായിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബിന്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ് അല്ലാഹുവേ. ആ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഹിദായത്ത് തന്നതിന് ശേഷം, വിശ്വാസം നൽകിയതിനു ശേഷം റഹ്മാനായ റബ്ബേ, വലാലത്തിലേക്ക് പോകുന്നതിൽ നിന്ന്, കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ദീനിൽ ഞങ്ങൾക്ക് സബാത്ത് നൽകണേ അല്ലാ, ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണസമയത്ത് നീ ഇസ്തിഖാമത്ത് നൽകണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് നേരത്തെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാഹുവേ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ നിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا